കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ അട്ടിമറികൾ നടക്കുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരനെ BJPയിലേക്ക് ക്ഷണിച്ച് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ വഴിയാധാരമാകില്ല എന്ന പത്മജയുടെ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കെ കരുണാകരനോടും കുടുംബത്തോടും അനീതി കാണിച്ച കോൺഗ്രസ് നേതൃത്വം കെ സുധാകരനോടും അത് തന്നെ ആവർത്തിക്കുകയാണെന്ന് അവർ ആരോപിക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അവകാശപ്പെടുമ്പോഴും പാർട്ടിക്കുള്ളിലെ അവഗണനയിൽ സുധാകരൻ അങ്ങേയറ്റം അതൃപ്തനാണെന്ന വസ്തുതകൾ തള്ളിക്കളയാനാകില്ല. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് സുധാകരനെ ചൂടിപ്പിച്ചത്. പാർട്ടിയിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും പല തീരുമാനങ്ങളും തന്നെ അറിയിക്കാതെയാണ് എടുക്കുന്നതെന്നുമുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. ഈ അതൃപ്തി മുതലെടുക്കാനാണ് BJP ഇപ്പോൾ നീക്കം നടത്തുന്നത്. പത്മജ വേണുഗോപാലിനെ മുൻനിർത്തി BJP നടത്തുന്ന ഈ നീക്കം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാണ്. കെ സുധാകരനെ പോലുള്ള ഒരു കരുത്തനായ നേതാവ് BJPയിലേക്ക് എത്തുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹത്തിന് BJPയിൽ വലിയ സ്ഥാനമുണ്ടാകുമെന്നും പത്മജ സൂചന നൽകുന്നുമുണ്ട്. എന്നാൽ സുധാകരൻ BJPയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. താൻ BJPയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം മുൻപ് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നോ അല്ലെങ്കിൽ തന്നെ പരിഗണിക്കണമെന്നോ ഉള്ള ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്നുള്ള അനുനയ നീക്കങ്ങൾ ഇതുവരെ കാര്യമായ ഫലം കണ്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ എന്തിനാണ് സുധാകരൻ ഇത്രത്തോളം കടുപ്പിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സുധാകരന്റെ പിന്നിലുള്ള വലിയൊരു വിഭാഗം അണികൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിൽക്കാനാണ് അദ്ദേഹം നിലവിൽ ശ്രമിക്കുന്നത്. എങ്കിലും രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കെ സുധാകരൻ എന്ത് തീരുമാനമെടുക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിൽ ഗതിയെ തന്നെ നിർണ്ണയിക്കും. പത്മജയുടെ ക്ഷണം വെറുമൊരു പ്രസ്താവനയായി മാറുമോ അതോ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് കണ്ടു തന്നെ അറിയണം.